ബർത്ത്ഡേ ലെറ്റർ ഈസ് എ ലെറ്റർ റിട്ടൺ ബൈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇവിടെ കണ്ടോ, ഇന്ന് നമ്മൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അതിമനോഹരമായ ഒരു കഥയാണ് വായിക്കാൻ പോകുന്നത്. ഈ കഥയുടെ ഹെഡിങ് ആണ്, ടൈറ്റിലാണെന്ത്, എ ബർത്ത്ഡേ ലെറ്റർ, ഒരു ജന്മദിന കത്ത്. എന്താണ്? ഒരു ജന്മദിന കത്ത്. ഇനി നമുക്ക് ഈ സെന്റൻസിന്റെ അർത്ഥം വെച്ച് നോക്കാം. ഇവിടെ ഈസ് ആണ്, എ ഒരു, ലെറ്റർ കത്ത്. അപ്പൊ എന്തായി? ഒരു കത്താണ് അല്ലേ? ഒരു കത്താണ്. എന്ത്? എ ബർത്ത്ഡേ ലെറ്റർ എന്ന് വെച്ചാൽ എ ബർത്ത്ഡേ ലെറ്റർ ഒരു കത്താണ്. റിട്ടൺ എഴുതപ്പെട്ടു. എഴുതപ്പെട്ടു. അതെ, ഇപ്പൊ ശരിയായി തരാം. ഒരു മിനിറ്റ്. ബൈ എന്ന് പറഞ്ഞാൽ നാൾ എന്നാണ്. നാൾ, അതും ഇപ്പൊ ശരിയായി തരാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് വെച്ചാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനാൽ എഴുതപ്പെട്ട, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനാൽ എഴുതപ്പെട്ട ഒരു കത്താണെന്ത്? എ ബർത്ത്ഡേ ലെറ്റർ. അപ്പൊ ഇവിടെ എന്തിനാണ് നാല് എഴുതപ്പെട്ടെന്നൊക്കെ പറയുന്നത്? അതിന് കാരണം ഇതൊരു പാസീവ് വോയിസ് ആണ്. നമുക്കറിയാം ഈസിന്റെ കൂടെ സാധാരണ എന്താ വരിക? ING അല്ലേ? ഈസിന്റെ കൂടെ സാധാരണ നമ്മൾ ഏത് വെർബ് ഉപയോഗിക്കുക? ING ആണല്ലോ. ഇവിടെ വന്നിരിക്കുന്നത് വെറും തേർഡ് ഫോം ആണ്. അപ്പം അതുകൊണ്ടാണ് ഇതിന്റെ കറക്റ്റ് മീനിങ് ഞാൻ പറയുന്നത്. ഇവിടെ ബൈ എന്ന് പറഞ്ഞാൽ നാൽ, ആ ഒരു പ്രയോഗമാണ് അവിടെ പാസീവ് വോയിസിൽ. അപ്പൊ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനാൽ എഴുതപ്പെട്ട ഒരു കത്താണ് എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം, യഥാർത്ഥ അർത്ഥം. പക്ഷേ സംസാര ഭാഷ നമ്മൾ ഇങ്ങനെയാണോ പറയാ? പിന്നെ അവനാൽ അത് പൊട്ടിക്കപ്പെട്ടു, അങ്ങനെ ആരെയും പറയോ? സംസാര ഭാഷയിൽ നമ്മൾ സിമ്പിളായി പറയുമ്പോൾ എങ്ങനെ പറയാം? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതിയ ഒരു കത്താണെന്ത്? എ ബർത്ത്ഡേ ലെറ്റർ. എന്നൂടി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതിയ ഒരു കത്താണ് എ ബർത്ത്ഡേ ലെറ്റർ. ഇനി ആണല്ലോ, ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഇതിന്റെ യഥാർത്ഥ മീനിങ് ആണ്. ഇനി ആ കത്ത് എഴുതി ആർക്കെന്നറിയോ? എന്താ കണ്ടോളൂ. ടു ഹീസ് ഡോട്ടർ ഇന്ദിരാഗാന്ധി. ഇവിടെ ഉണ്ടോ? ഹീസ്, അദ്ദേഹത്തിൻ്റെ, ഡോട്ടർ മകൾ, അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി. അപ്പോൾ ഇവിടെ ടുക്ക് വേണ്ടി നടത്തണം, ക്ക് വേണ്ടി ഉണ്ട്. ആർത്തം ടുവിന് എങ്ങനെ പറയുമ്പോൾ ഞാൻ പറയാണ്, ഐ ഗേവ് ദിസ് പെൻ, ഞാൻ ഈ പേന കൊടുത്തു, ടു ഹെർ, അവൾക്ക്. അപ്പൊ ക്ക് ഒന്നുമില്ല, അവൾക്ക് ഞാൻ ഈ പേന കൊടുത്തു. ഞാൻ പറയണം, ഐ ഗേവ് ദിസ് പെൻ ടു യു, ഞാൻ ഈ പേന കൊടുത്തു നിങ്ങൾക്ക്. അപ്പൊ ക്ക് കേട്ടോ ഇവിടെ ടു. അപ്പൊ എന്തായി? അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി എഴുതിയ ഒരു കത്താണെന്ത്? എ ബർത്ത്ഡേ ലെറ്റർ. ഇനി എപ്പോഴാണ് എഴുതിയത് ആണോ? ഓൺ ഹെർ 13th ബർത്ത്ഡേ. ഓൺ ഹെർ, അവളുടെ 13th 13ാമത്തെ ബർത്ത്ഡേ, ജന്മദിനം ആണോ? ഓൺ ഹെർ 13th ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ 13ാമത്തെ ജന്മദിനത്തിൽ, അവളുടെ 13ാമത്തെ ജന്മദിനത്തിൽ അവൾക്ക് വേണ്ടി എഴുതിയ ഒരു കത്താണെന്ത്? എ ബർത്ത്ഡേ ലെറ്റർ. ഇനി അടുത്ത സെന്റൻസ് ആണ് അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്. അറ്റ് ദാറ്റ് ടൈം അങ്ങനത്തെ പഠിച്ചോളൂ. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്. നെഹ്റു ആയിരുന്നു. എവിടെ? ഇൻ നൈനി ജയിൽ. ഈ നൈനി എന്ന് പറയുന്നത് ഒരു ജയിലിന്റെ പേരാണ്, ഉത്തർപ്രദേശിലെ ഒരു ജയിലിന്റെ പേരാണ്. അപ്പം എന്തായി? ആ സമയത്ത് നെഹ്റു നൈനി ജയിലിൽ ആയിരുന്നു അല്ലെ? ആ സമയത്ത് നെഹ്റു എവിടെയായിരുന്നു? നൈനി ജയിലിൽ ആയിരുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ബിക്കോസ്, കാരണം. എന്താ കാരണം? കാരണം ദ ബ്രിട്ടീഷ് ഹാഡ് ഇംപ്രസൻഡ്. ഇവിടെ കണ്ടോ? ഇംപ്രസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലാക്കുക അല്ലെങ്കിൽ ജയിലിൽ അടക്കുക എന്നാണ്. ഇവിടെ കണ്ടോ? ഹാഡ് ഇംപ്രസൻഡ്, ജയിലിൽ അടച്ചിരുന്നു എന്നായി. ആര്? ദ ബ്രിട്ടീഷ്. ആ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ, ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരുന്നു. എന്തിനു വേണ്ടി എന്നറിയോ? ഫോർ ടേക്കിംഗ് പാർട്ട്. ഇതൊരു പ്രയോഗം കേട്ടോ, ടേക്ക് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പങ്കെടുക്കുക എന്നാണ്, പങ്കെടുക്കുക. അപ്പോൾ ഫോർ ടേക്കിംഗ് പാർട്ട്, പങ്കെടുത്തതിന്. ഇൻ ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. ഇവിടെ ഉണ്ടോ? ഫ്രീഡം, സ്വാതന്ത്ര്യ, സ്ട്രഗിൾ, സംഘർഷം അല്ലെങ്കിൽ സമരം എന്ന് പറയാം, സമരം സിമ്പിളായിട്ട്. അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ചിരുന്നു എന്നായി. അപ്പൊ അതും ഓക്കെയാണ്. ഇവിടെ സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘർഷം, സമരം എന്നൊക്കെ അർത്ഥമുണ്ട്.
ഇനി അടുത്താണ് സിൻസ്. സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണത്താൽ അല്ലെങ്കിൽ ആയതിനാൽ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇങ്ങനെ നോക്കാം. ഹി വാസ്, അദ്ദേഹം ആയിരുന്നു അല്ലേ, ഇൻ ജയിൽ, ജയിലിൽ. അപ്പം എന്താ, അദ്ദേഹം ജയിലിൽ ആയിരുന്ന കാരണത്താൽ അല്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ ആയിരുന്നതിനാൽ, അദ്ദേഹം ജയിലിൽ ആയിരുന്നതിനാൽ അല്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ ആയിരുന്ന കാരണത്താൽ ഹി, അദ്ദേഹം കുഡ് നോട്ട്, കഴിഞ്ഞില്ല. അപ്പം എന്താ, ഹി കുഡ് നോട്ട്, അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്ത് കഴിഞ്ഞില്ല എന്നറിയോ? സെൻഡ്, അദ്ദേഹത്തിന് സെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, അയക്കാൻ കഴിഞ്ഞില്ല. എ ബർത്ത്ഡേ ഗിഫ്റ്റ്, ഒരു ജന്മദിന സമ്മാനം. അപ്പോൾ ഒരു ജന്മദിന സമ്മാനം അദ്ദേഹത്തിന് അയക്കാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? അദ്ദേഹം ജയിലിലായിരുന്നു. ആ കാരണത്താൽ. സോ അതുകൊണ്ട് ഹി സെൻഡ്, അതുകൊണ്ട് അദ്ദേഹം അയച്ചു. സെൻഡ്, അയച്ചു, വെട്ടി കേട്ടോ, പാസ്റ്റാണ്, അയച്ചു. എന്താ വെച്ചോ, ദിസ്, ഈ ബ്യൂട്ടിഫുൾ ലെറ്റർ, ഈ മനോഹരമായ കത്ത്. അപ്പോൾ എന്താ, അതുകൊണ്ട് അദ്ദേഹം ഈ മനോഹരമായ കത്ത് അയച്ചു. ആസ്, ഇവിടെ ആസ് പറഞ്ഞാൽ ആയിട്ട് എന്നാണ്, ആയിട്ട് അല്ലെങ്കിൽ ആയി എന്നർത്ഥം. ഹീസ്, അദ്ദേഹത്തിൻ്റെ ഗിഫ്റ്റ്. അപ്പം അദ്ദേഹത്തിൻ്റെ സമ്മാനമായിട്ട് എന്നായി. ആസ് ഹീസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമ്മാനമായിട്ട് ഈ മനോഹരമായ കത്ത് അയച്ചു. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇനി അടുത്താണ് ഇൻ ദ ലെറ്റർ. ഇവിടെ ഉണ്ടോ? ഇൻ ദ ലെറ്റർ, കത്തിൽ അല്ലെങ്കിൽ ആ കത്തിൽ നെഹ്റു ടെൽസ് ഇന്ദിര, എന്ന് വെച്ചാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയോട് പറയുന്നു. ഇവിടെ ടെൽസ്, എസ് ഉണ്ട്, എസ്, നൂ പോകുന്നു, വരുന്നു, അതല്ലേ, കഴിക്കുന്നു. ടെൽസ്, പറയുന്നു. അപ്പോൾ ആ കത്തിൽ നെഹ്റു ഇന്ദിരാഗാന്ധിയോട് പറയുന്നു. എന്ത് പറയുന്നറിയോ? ദാറ്റ് ബർത്ത്ഡേസ്, ജന്മദിനങ്ങൾ, ആകുന്നു. ബർത്ത്ഡേസ് ആർ, ജന്മദിനങ്ങൾ ആകുന്നു. സ്പെഷ്യൽ ഡേയ്സ്, സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഡേയ്സ്, ദിവസങ്ങൾ. അപ്പോൾ എന്താണ്? അപ്പോൾ ആ കത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയോട് പറയുന്നു, ജന്മദിനങ്ങൾ പ്രത്യേക ദിവസങ്ങളാകുന്നു എന്നാണ്. ജന്മദിനങ്ങൾ പ്രത്യേക ദിവസങ്ങളാകുന്നു എന്ന് പറഞ്ഞു. ദാറ്റ്, ജന്മദിനങ്ങൾ പ്രത്യേക ദിവസങ്ങളാകുന്നു എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയോട് പറയുന്നു ആ കത്തിൽ. ഇനി അടുത്താണ് ഇവിടെ കണ്ടോളൂ. ദേ എന്ന് പറഞ്ഞാണ് അവർ എന്നാണല്ലോ. ഇവിടെ അവർ എന്നല്ല, അവ എന്നാണ്, അവ. ഇവിടെ ദേ ഉപയോഗിച്ചത് ആർക്ക് വേണോ? ജന്മദിനങ്ങൾ, ബർത്ത്ഡേസ്. അപ്പോൾ ജന്മദിനങ്ങൾ. അപ്പോൾ അവ റിമൈൻഡ് ഓർമ്മിപ്പിക്കുക എന്നാണ്. അപ്പോൾ ദേ റിമൈൻഡ്, ഇത് അവ ഓർമ്മിപ്പിക്കുന്നു ആരെ? അസ്, നമ്മളെ. ദാറ്റ് വി ആർ ഗ്രോയിങ് ഓൾഡർ. ഇവിടെ ഒരു പ്രയോഗം ഉണ്ട് കേട്ടോ, ഗ്രോയിങ് ഓൾഡർ. ഗ്രോ ഓൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സാകുക എന്നാണ്. വയസ്സാകുക അല്ലെങ്കിൽ പ്രായമാകുക എന്നാണ് ഗ്രോ ഓൾഡർ. വയസ്സാകുക അല്ലെങ്കിൽ പ്രായമാകുക. അപ്പം എന്തായി? ദേ റിമൈൻഡ് അസ്, അവ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദാറ്റ് വി ആർ ഗ്രോയിങ് ഓൾഡർ. എന്തോർമ്മിക്കുന്നു? നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വയസ്സായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു അല്ലേ? ഓരോ ജന്മദിനം വരുമ്പോൾ, ഓരോ ബർത്ത്ഡേ വരുമ്പോൾ നമ്മുടെ ഓരോ വയസ്സിങ്ങനെ കൂടി പോകുന്നു അല്ലേ? അത് നമ്മൾ അറിയിക്കുന്നത് നമ്മൾ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്, അറിയിക്കുകയാണ് ജന്മദിനങ്ങൾ. ആൻഡ് അതുപോലെ തന്നെ ഷുഡ് ബിക്കം എന്ന് പറഞ്ഞാൽ ആയിത്തീരുക. ഷുഡ് ബിക്കം, ആയിത്തീരണം. ഷുഡ് എന്ന് പറയില്ല, ചെയ്യണം അതാണ്. ഷുഡ് ബിക്കം, നമ്മൾ ആയിത്തീരണം. എന്തായിരുന്നു? വൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വിവേകമുള്ള എന്നാണ്. വൈസർ, കൂടുതൽ വിവേകമുള്ള. അപ്പം എന്തായി? ഷുഡ് ബിക്കം വൈസർ, കൂടുതൽ വിവേകമുള്ളവരാവണം എന്നാണ്. ആൻഡ് അതുപോലെ തന്നെ മോർ, കൂടുതൽ റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തമുള്ള എന്നാണ്. അപ്പോൾ അതായത് കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാവണം. അതുപോലെ എന്താണ്? കൂടുതൽ വിവേകമുള്ളവരാവണം എന്നൊക്കെ പറയണം. കാരണം നമ്മൾ പ്രായം കൂടിക്കൊണ്ടിരിക്കല്ലേ. അടുത്ത് പറയാണ് ഇവിടെ, ഹി സേസ്, അദ്ദേഹം പറയുന്നു. ദാറ്റ് ദ ബെസ്റ്റ്, ഏറ്റവും നല്ല ഗിഫ്റ്റ്, ഏറ്റവും നല്ല സമ്മാനം ഹി ക്യാൻ ഗിവ് ഹെർ. ഇവിടെ ഉണ്ടോ? ഹി, അദ്ദേഹം. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുന്നു അല്ലേ? ഗിവ് എന്ന് പറഞ്ഞാൽ
കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയും. ഹെർ, അവൾക്ക്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് മീനിങ് ഇങ്ങനെ വന്നു. ഇവിടുന്ന് ഇവിടം വരെ ഇത് അങ്ങനത്തെ പഠിക്കണേ. എന്താണ്? ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഹി ക്യാൻ ഗിവ് ഹെർ. അദ്ദേഹത്തിന് അവൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ ഇങ്ങനെ പറയാറില്ല ഇടയ്ക്ക്, ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഐ ക്യാൻ ഗിവ് യു. ഇതിൻ്റെ അർത്ഥമാണ് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് അഡ്വൈസ്. അത് ഉപദേശമാണ്. അല്ല, അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രയോഗമാണ് അങ്ങനെ പറയാറുണ്ട് സംസാരത്തില്ലേ അല്ലേ. നിനക്ക് തരാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് എന്താണ്? ഒന്നുമില്ല. അപ്പോൾ ആ ഒരു പ്രയോഗം ഉണ്ട് അവിടെ. എന്താണ്? ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഹി ക്യാൻ ഗിവ് ഹെർ. അദ്ദേഹത്തിന് അവൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് എന്താണ്? ആണ് ഹീസ് അഡ്വൈസ്, അദ്ദേഹത്തിൻ്റെ ഉപദേശം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശമാണ് അവൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമ്മാനം. ആൻഡ് അതുപോലെ തന്നെ ഗുഡ്, നല്ല വിഷസ്, നല്ല ആശംസകളും അതുപോലെ ഉപദേശങ്ങളാണ് അദ്ദേഹത്തിന് അവൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം. നിങ്ങൾക്ക് വേണോ അഡ്വൈസ്? ഞാൻ തരാം. ഇനി അടുത്താണ്, ഇവിടെ ഉണ്ടോ? നെഹ്റു പറയുന്നു. ആരോട്? ഇന്ദിര. അപ്പോൾ നെഹ്റു ഇന്ദിരാഗാന്ധിയോട് പറയുന്നു ദാറ്റ് അവൾ ഷുഡ് നെവർ. ഇവിടെ ഉണ്ടോ? ഷുഡ് നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ്. ഒരിക്കലും ചെയ്യരുത്. ഷുഡ് നെവർ ആക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? അംഗീകരിക്കുക എന്നാണ്. സ്വീകരിക്കുക എന്ന അർത്ഥമുണ്ട്. അപ്പോൾ എന്തായി? ഷീ ഷുഡ് നെവർ ആക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ഷീ ഷുഡ് നെവർ ആക്സെപ്റ്റ്, അവൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ഇത് ആര് കൊടുക്കുന്നത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാണ്. ഓക്കെ, അവൾക്കൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല എവ്രിതിങ്, എല്ലാം, വിത്തൗട്ട് തിങ്കിങ്, ചിന്തിക്കാതെ. അപ്പം ചിന്തിക്കാതെ എല്ലാതും അംഗീകരിക്കാൻ പാടില്ല. അങ്ങനത്തെ എന്തൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് നമ്മൾ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ഏത് തീരുമാനം എന്തായിരിക്കാം? റോങ് ആയിരിക്കാം അല്ലേ. അതിലൊരുപാട് നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാ പറയുന്നത്. ഓക്കെ, ചിന്തിക്കാതെ അവൾക്കൊന്നും അംഗീകരിക്കാൻ പാടില്ല, എല്ലാതും അംഗീകരിക്കാൻ പാടില്ല. പിന്നെ പറയാണ് ഷീ ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്, അവൾക്ക് ചോദ്യങ്ങൾ ചോദിക്കണം. ഷീ ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്, അവൾക്ക് ചോദ്യങ്ങൾ ചോദിക്കണം. ഡിസ്കസ് വിത്ത് അതേഴ്സ്, ചർച്ച ചെയ്യണം വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുടെ കൂടെ. അപ്പം മറ്റുള്ളവരുടെ കൂടെ എന്ത് ചെയ്യണം? ചർച്ച ചെയ്യണം. കാരണം ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ അല്ലേ അതാ പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കണം, ടു അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്ത്? ദ ട്രൂത്ത്, സത്യം. അപ്പം സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് ഉപദേശം കൊടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും എന്ത് ചിന്തിക്കാതെ അംഗീകരിക്കരുത്. മറ്റുള്ളവരോട് കൂടെ ചർച്ച ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. അതുപോലെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ്. ഇനി നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം പോരാ. ഇത് ഫ്രീ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വന്തമായിട്ട് ഇതിൻ്റെ അർത്ഥം ഞാൻ വെച്ചതുപോലെ വെച്ച് നോക്കണം. അങ്ങനെ ഒരുപാട് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ സംശയങ്ങളും മാറും. ഇപ്പോൾ ആസിന് ടൂവിന് പല മീനിങ് ഉണ്ട്, അതുപോലെ ആസിന് പല മീനിങ് ഉണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകും. എപ്പോഴെന്നറിയോ? ഒരുപാട് വായിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നു അല്ലേ, സിമ്പിളാണ്. താങ്ക് യു എവ്രി വൺ.